നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ജനുവരി മാസം ആദ്യ ആഴ്ചകളിൽ വിതരണമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ജനുവരി ആദ്യ ആഴ്ചകളിൽ വിതരണം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഈ മാസവും 20-നും 30-നും ഇടയിലുള്ള സമയത്തായിരിക്കും നമുക്ക് ആനുകൂല്യം ലഭിക്കുക. പരമാവധി 2 പെൻഷൻ ഗഡുക്കളായിരിക്കും വിതരണം നടത്തുക. കുടിശ്ശികയായിട്ടുള്ളതിൽ ഒരു ഗഡു കൂടി 2024-25 സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഈ വിതരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പെൻഷൻ ഗഡു 1600 രൂപ, അതുകൂടി ചേർത്താണ് 3200 രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. 1600 ഏതായാലും നമുക്ക് ഈ മാസവും ഉറപ്പാണ്. പക്ഷേ അത് 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ മാത്രമാണ് വിതരണം ഉണ്ടാകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെ ഇപ്പോൾ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. 60 വയസ്സിന് മുകളിലുള്ളവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, ഇതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം, ഇത്തരം രേഖകളുമൊക്കെ ആയിട്ട് വേണം നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം ജനുവരി 4-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യമുണ്ട്. ഇതുകൂടാതെ നീല നിറമുള്ള റേഷൻ കാർഡുകൾക്ക് 3 കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ 6 കിലോ അരിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരിയുടെ വിതരണം നടക്കുക. ബാക്കി റേഷൻ കാർഡുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. 2028 വരെയാണ് BPL AAY റേഷൻ കാർഡുകൾക്ക് സൗജന്യ അരിയും ഗോതമ്പും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയപരിധി ജനുവരി മാസം 7-ാം തീയതി വരെയാക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകൾ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. SLC +2 ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+, ഡിഗ്രി കോഴ്സുകളിലാണെങ്കിൽ 80% മുകളിൽ മാർക്കോടെ വിജയിച്ചവരായിരിക്കണം. ഇനി ബിരുദാനന്തര ബിരുദം PG കോഴ്സുകളാണെങ്കിൽ 75% അതിന് മുകളിൽ മാർക്ക് വാങ്ങിയിരിക്കണം. BPL റേഷൻ കാർഡിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട്. നിലവിൽ മറ്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്നതിൽ തടസ്സവുമില്ല. ഇതൊരു ഒറ്റത്തവണ ക്യാഷ് അവാർഡാണ്. 15,000 രൂപ വരെയാണ് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ലഭിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, അമ്മമാർക്ക് അവരുടെ അടുക്കളകൾ നവീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന ഈസി കിച്ചൺ പദ്ധതിയിൽ 75,000 രൂപയാണ് ധനസഹായം. പക്ഷേ അതിൻ്റെ അപേക്ഷകൾ 2025, അതായത് ഈ വർഷം പുതിയ സാമ്പത്തിക വർഷമൊക്കെ ആരംഭിച്ച ശേഷം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപേക്ഷകളായോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. സാമ്പത്തികമൊക്കെ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അടുക്കള ശോചനീയാവസ്ഥയിലുള്ള വീടുകൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിലോ ആവാസ് യോജന സ്കീമിലോ വീട് ലഭിച്ചവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല. 75,000 രൂപ ലഭിക്കുമ്പോൾ നമ്മളുടെ അടുക്കളകൾ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് തറ സ്റ്റൈലിടുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ കിച്ചൺ സിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാനൈറ്റ് വിരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സഹായമുണ്ട്. ഇനി ഇലക്ട്രിഫിക്കേഷൻ, പ്ലംബിംഗ് വർക്കുകൾ, വാട്ടർ ടാങ്ക്, അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം ഇവിടെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും. ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും നിശ്ചിത എണ്ണം അടുക്കളകൾക്ക് ധനസഹായം നൽകാൻ സാധിക്കും. പഞ്ചായത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകൾക്ക് സഹായം നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ അപേക്ഷകൾ ഇതുവരെ ആയിട്ടില്ല. അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങുന്ന സമയം തന്നെ നമ്മുടെ ചാനൽ വഴി ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.